ഹായ് കൂട്ടുകാരെ, SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ കൂറ്റനാട് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് തുടങ്ങുകയാണ്. ഉദ്ഘാടനം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 9 മണിക്ക് കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് കൂറ്റനാട് സെൻട്രലിൽ എന്നൊരു ആശംസാ പ്രസംഗമൊക്കെ നടത്തി അവിടെ നിന്ന് നേരെ പടിഞ്ഞാറങ്ങാടി വഴി പറക്കുളം ചെന്ന് പറക്കുളത്ത് ഒരു സ്വീകരണവും ആശംസാ പ്രസംഗമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ് മണിയമ്പലത്തിൻ്റെ ഒരു സ്വീകരണം, അത് കഴിഞ്ഞ് തൃത്താലയുണ്ട് ഒരു സ്വീകരണം, തൃത്താലയിൽ നിന്ന് മേഴത്തൂര് ഞാങ്ങാട്ടി വഴി പട്ടാമ്പി വെച്ച് സ്വീകരണവും ആശംസാ പ്രസംഗമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ കൊപ്പത്ത് നിന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെർപ്പളശ്ശേരി ആശംസാ പ്രസംഗവും സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുളക്കാട്, കല്ലുവഴി, കടമ്പൂര്, അമ്പലപ്പാറ, അങ്ങനെ വരവോട് ആശംസാ പ്രസംഗവും സ്വീകരണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഒറ്റപ്പാലത്തേക്കാണ്. അങ്ങനെ ഒറ്റപ്പാലത്തു നിന്ന് കഴിഞ്ഞ് കുളപ്പുള്ളിയാണ് ഇതിൻ്റെ സമാപനം. അങ്ങനെ സന്ധ്യയ്ക്ക് രാത്രിയാണ് ഇതിൻ്റെ വൈകുന്നേരം സമാപനമൊക്കെ കഴിയുക. ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായ KR ബാലേട്ടനാണ്. ജാഥ നയിക്കുന്നത് യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡൻ്റായ പ്രവീൺ കണ്ടംപള്ളിയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഒറ്റപ്പാലം യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ യൂത്തിൻ്റെ എല്ലാ ഊർജവും ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ ചിറ്റാനിപ്പാറ ഈ വാഹന പ്രചരണ ജാഥയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കൂറ്റനാട് ശാഖയുടെ അംഗവും അതുപോലെ KR ബേക്കറി ഉടമയുമായ KR ബാലേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കൂറ്റനാട് ശാഖയുടെ രാമേന്ദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ മനോജ് മാസ്റ്റർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കണ്ടംപള്ളി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സൈബർ സേനയുടെ കേന്ദ്ര സമിതി അംഗവും യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകനുമായ ശ്രീ രാജീവ് മാടമ്പിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ യൂത്തിൻ്റെ യൂണിയൻ വൈസ് പ്രസിഡന്റ് അരുൺ വരൂണിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തകരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിലേക്ക് പ്രവീൺ കണ്ടംപള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയമുള്ള നാട്ടുകാരെ, ശ്രീനാരായണീയരെ, ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ രാസലഹരിക്കെതിരെ ഒറ്റപ്പാലം യൂത്ത് മൂവ്മെന്റ് അതിശക്തമായി ബോധവൽക്കരണ പ്രതിഷേധ ജാഥ നടത്തുകയാണ്. നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ഓരോ മാതാപിതാക്കൾക്കും അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി യൂത്ത് മൂവ്മെന്റ് അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ആഹ്വാനവുമായിട്ടാണ് യൂത്ത് മൂവ്മെന്റ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഓരോ കുടുംബത്തിലെയും 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ MDMA പോലുള്ള മാരകമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മസ്തിഷ്കത്തെ ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടുകാരെ പോലും അച്ഛനമ്മമാരെ തിരിച്ചറിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാത്ത വിധം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അവർക്ക് കൂടെയുള്ളവരെ കൊല്ലുവാനും അടിക്കുവാനും യാതൊന്നിനും മടിയില്ലാത്ത രീതിയിൽ അവരുടെ ബുദ്ധി മരവിക്കുന്ന രീതിയിലുള്ള MDMA പോലുള്ള മാരകമായ രാസപദാർത്ഥങ്ങൾ ഇവിടെ എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യൂത്ത് മൂവ്മെന്റിന്റെ കേരള ഘടകം തയ്യാറായിരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം യൂണിയനും ഇന്നു മുതൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ജാഥയ്ക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി യൂണിയന്റെ വൈസ് പ്രസിഡന്റായ ശ്രീ സതീശൻ ചിറ്റാനിപ്പാറയെ ഹാർദവമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ്റെ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് ശ്രീ ജോഷ്, ശ്രീ പ്രവീൺ കണ്ടംപള്ളി,
SNDP യോഗത്തിൻ്റെ ഡയറക്ട് ബോർഡ് അംഗം ശ്രീ KR ബാലേട്ടൻ, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രാമേന്ദ്രേട്ടൻ, ശ്രീ മനോജ്, കൂടാതെ വനിതാ സംഘത്തിൻ്റെയും അയൽ ശാഖയിലെയും പ്രവർത്തകരെ, ഡോക്ടർ വിജിത്ത് ഉൾപ്പെടെ വിവിധ ശാഖയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രവർത്തകരെ നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, SNDP യോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള സമുദായ സംഘടനയാണ്. ഈ സമുദായ സംഘടന, അതിൻ്റെ യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തകർ ഇന്ന് നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും ഭീതിജനകമായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം SNDP യോഗം, SNDP യോഗം, SNDP യോഗം, SNDP യോഗം, SNDP യൂത്ത് മൂവ്മെന്റ്, SNDP യൂത്ത് മൂവ്മെന്റ്, SNDP യൂത്ത് മൂവ്മെന്റ്, SNDP യൂത്ത് മൂവ്മെന്റ്, ഒറ്റപ്പാല യൂണിയൻ, ഒറ്റപ്പാല യൂണിയൻ, ഒറ്റപ്പാല യൂണിയൻ, ഒറ്റപ്പാല യൂണിയൻ. SNDP യോഗം സിന്ദാബാദ്, 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 വിവിധ പതാക സിന്ദാബാദ്, വിവിധ പതാക സിന്ദാബാദ്, വെള്ളാപ്പള്ളി സിന്ദാബാദ്, വെള്ളാപ്പള്ളി സിന്ദാബാദ്, ഉഷാർജി സിന്ദാബാദ്, ഉഷാർജി സിന്ദാബാദ്, വെള്ളാപ്പള്ളി സിന്ദാബാദ്, വെള്ളാപ്പള്ളി സിന്ദാബാദ്, SNDP യോഗം സിന്ദാബാദ്, SNDP യോഗം സിന്ദാബാദ്, ഒറ്റപ്പാല യൂണിയൻ സിന്ദാബാദ്, ഒറ്റപ്പാല യൂണിയൻ സിന്ദാബാദ്, ജയ് യൂത്ത് മൂവ്മെന്റ്, ജയ് യൂത്ത് മൂവ്മെന്റ്, ജയ് യൂത്ത് മൂവ്മെന്റ്, ജയ് യൂത്ത് മൂവ്മെന്റ്. കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത വാഹന പ്രചരണ ജാഥ നമ്മുടെ കൂറ്റനാട് സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂറ്റനാട് സെൻറ്ററിൽ നിന്നൊരു ആശംസ പ്രസംഗവും സ്വീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറങ്ങാടി വഴി പറക്കുളം സെൻറ്ററിലേക്ക് പോകുന്നതാണ്. അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഇതുവഴി കടന്നു വരുന്നതാണ്. തലമുറ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ രാസലഹരിയുടെ ഉപയോഗം സാക്ഷര കേരള സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാമാരിയായി. ഇതിനുണ്ട് പ്രവീൺ കണ്ടമ്പള്ളിയെ സ്വീകരിക്കുന്നു. ഒറ്റപ്പാലം യൂണിയൻ്റെ യൂത്ത് മൂവ്മെൻറ്റ് നയിക്കുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയ്ക്ക് കൂറ്റനാട് ശാഖയിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വാഹനത്തിനോടൊപ്പം ഇവിടെ ലഹരി വിരുദ്ധ മോണോ ആക്ട് നടത്തി ലോക റെക്കോർഡ് നേടിയ രതീഷ് വരവൂരിൻ്റെ ഒരു ചെറിയ മോണോ ആക്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കൂടി അവതരിപ്പിക്കുകയാണ്. രതീഷിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന സംഗതി. നമ്മുടെ യുവാക്കൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ എല്ലാവരും മയക്കുമരുന്നിൻ്റെ പാതയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിനെതിരെ ഒരു തീവ്രമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി SNDP ഒറ്റപ്പാല യൂണിയൻ്റെ യൂത്ത് മൂവ്മെൻ്റ് നേതൃത്വത്തിൽ നടത്തുന്ന ഈ ലഹരി വിരുദ്ധ പ്രചരണ ജാഥയിൽ ലഹരിക്കെതിരെ, ലഹരി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു ചെറിയ മോണോ ആക്ട് രൂപം അവതരിപ്പിക്കുകയാണ്. ഏവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ആവിഷ്കാരമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പോയി കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊക്കെ സംഗതി സീനാവട്ടാ. കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക. ബിസിനസ് ഒന്നും പഴയ പോലെ നടക്കണില്ല. ഇവിടെ ബിസിനസ് എങ്ങനെ നടക്കുക?
കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. പിള്ളേരൊന്നും നമ്മുടെ വഴിക്ക് വരില്ലല്ലോ. മാത്രല്ല ഈ എക്സൈസും പോലീസൊക്കെ ഫുൾ ടൈം നമ്മുടെ കൂടെ അല്ലേ. പോയ നമ്മുടെ ബിസിനസ് ശരിയാവും എനിക്ക് തോന്നില്ലേട്ടാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ബിസിനസ് സെറ്റാക്കി പറ്റൂ, എനിക്ക് ആകെ പ്രശ്നമാവും. പിന്നെ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആരെങ്കിലും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഒരു ലക്ഷ്യം. അങ്ങനെ പാറയെ കിട്ടുക ആലോചിച്ചൊക്കെ ചിലപ്പോൾ ആരെങ്കിലും കിട്ടുമായിരിക്കും. നമ്മുടെ വടക്കേലെ സുമാരേണ്ട മോലെ അവൻ നമുക്കൊന്ന് വളച്ചു പിടിച്ചാലോ? അവനാവുമ്പോൾ ഇഷ്ടംപോലെ കറക്ക കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ആ ചെക്കപ്പ് നാട് വിട്ട് പോലെ നിൽക്കുന്നവർക്ക് മകളൊക്കെ ആയിട്ട് ആകെ സീനാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ആ ചെക്കൻ അച്ഛനമ്മയും പറയണ അപ്പുറത്തേക്ക് ഒരു ലോകല്ല. അത് നടക്കുന്നെനിക്ക് തോന്നലടാ. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. ഈ ഒരു കാര്യം ചെയ്യൂട്, ഞാൻ അവനെ എങ്ങനെയാണ് വളയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ ചെക്കപ്പ് അങ്ങോട്ട് കളിക്കാൻ വരും, അവനെ എങ്ങനെയാലും വളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ ഓരോ ദിവസമായി കയ്യും കാലൊക്കെ നിറക്കിയിട്ട് നാട് വിട്ട് പോലും നിൽക്കുന്നവർക്കും ബഹളമായിട്ട് ആകെ സീനായിരുന്നു. ഇനിയിപ്പോ 2-3 ഗോൾ അടിക്കണം. ആ മെസ്സിയുടെ ടീമിനെ എങ്ങനെയാലും തോൽപ്പിക്കണം. അവന്മാർക്ക് ലോകകപ്പ് കിട്ടിയതിനു ശേഷം ഭയങ്കര അഹങ്കാര. നമ്മുടെ നെയ്മറിന്റെ ടീമിന്റെ അടുത്ത് അവരുടെ കളി, അവരെ വളച്ചിട്ടുള്ള ഒട്ടിച്ചിട്ടുണ്ടെന്ന് വേറെ കാര്യമുള്ളൂ. എന്തവിടെ ചേട്ടനെ ഇതാക്കി മനസ്സിലായല്ലോ. ഇവിടെ സുമാരേണ്ട മോനല്ലേ? അതെ, ഞാൻ സുമാരേണ്ട മോനാണ്. പക്ഷെ ചേട്ടൻ എങ്ങനെ എന്നെ മനസ്സിലായത്? എടാ അന്നറിയാത്തൊരു ഇവിടെ ആരുടെ ഉള്ളത്? ഈ നാട് വിട്ട് പോലും നിൽക്കുന്നവർക്കും ആളൊക്കെ ആയിട്ട് അന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ നാടൊന്നും വിട്ടു പോയിട്ടില്ല. ആൾക്കാരെന്നെ കുറിച്ച് വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണതാ. എടാ എന്നെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞുണ്ടാക്കണമെന്നല്ല. ഈ നാട് വിട്ട് പോയി നിൽക്കുന്നവർക്കും ആളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലടാ ഈ എന്തിനാ നാട് വിട്ട് പോയത്? ഞാൻ നാട് വിട്ട് പോയിട്ടില്ല, ചേട്ടനോട് പറഞ്ഞില്ലേ? ഇപ്പം എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ആൾക്കാർ ആരും കണ്ടല്ലോ. അപ്പോൾ പറയും നാട് വിട്ട് പോയാൽ നാട് വിട്ട് പോയാലും. ഞാൻ നാട് വിട്ട് പോയിട്ടില്ല. ഈ ചൂടാവണ്ടടാ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ പോരെ. അതിപ്പോഴേ അച്ഛൻ ചീത്തറിഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ട് വിഷമായി. അപ്പൊ ഞാനിവിടെ നിന്നൊന്നും മാറിന്നുള്ളൂ, അല്ലാതെ നാടൊന്നും വിട്ടുപോയതല്ല. ചേട്ടത് ആരോടും പറയണ്ടട്ടാ, എനിക്ക് നാണക്കേടാ. എടാ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, ഈ ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലടാ ഈ ഭയങ്കര പഠിപ്പിച്ചതൊക്കെ പറഞ്ഞിട്ടുള്ളോ. പിന്നെ എനിക്ക് എല്ലാത്തിലും ഫുള്ള് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പറയാം, സേ നോ ടു ഡ്രഗ്സ്. താങ്ക് യു സോ മച്ച്. കടന്നു വരുന്നതും SNDP യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത്. സമൂഹത്തിൽ കാർന്നു തിന്നുന്ന മഹാമാരിയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ വാഹന പ്രചരണ ജാഥ അങ്ങനെ പടിഞ്ഞാറങ്ങാടി സെന്ററിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പറക്കളം സെന്ററിലാണ് ഇനി സ്വീകരണം. അങ്ങനെ പറക്കുളത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അരക്കുളം ശാഖയുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത സ്വീകരണ കേന്ദ്രമായ മണ്ണിയമ്പരമ്പിലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജാഥയ്ക്ക് ഒരാശംസ അറിയിക്കാൻ നമ്മുടെ യൂണിയൻ കൗൺസിൽ അംഗം രാമേന്ദ്രനെ ഹാർദമായി ക്ഷണിച്ചുകൊള്ളും. സഹോദരരെ, ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ന് വളരെയധികം ചർച്ചയായി ജാഥ, ബോധവൽക്കരണ ജാഥ
എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. പറക്കുളത്തെ സ്വീകരണം കഴിഞ്ഞ് അങ്ങനെ മണിയമ്പെരുമ്പലത്തെത്തി. ഇനി ഇവിടുത്തെ സ്വീകരണമാണ്. പ്രിയപ്പെട്ടവരെ, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൂറ്റനാട് നിന്ന് പുറപ്പെട്ട നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ മണിയമ്പെരുമ്പലം സെന്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തികച്ചും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് യൂത്ത് മൂവ്മെന്റ് ഈ ജാഥയിലൂടെ പൊതുസമൂഹത്തിന് നൽകുന്നത്. യൂത്ത് മൂവ്മെന്റിന്റെ എല്ലാ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റൻ, അതിന്റെ മാനേജർ തുടങ്ങിയ എല്ലാവർക്കും വളരെ മണിയമ്പലം ശാഖാംഗങ്ങളെ ശ്രീനാരായണീയരെ, കൂറ്റനാട് നിന്ന് തുടങ്ങിയിട്ടുള്ള നമ്മുടെ വാഹന പ്രചരണ ജാഥ, ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥ നിങ്ങളുടെ നാട്ടിലെത്തി. അതിന് തന്ന സ്വീകരണത്തിന് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുക, നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഒറ്റപ്പാറ യൂണിയന്റെ യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ തന്ന സ്വീകരണത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു ധർമ്മം ജയിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഒരുങ്ങിയിട്ടൊന്നുമല്ല ഞാൻ വന്നത്, പെട്ടെന്ന് ദൂരം വരികയാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മൾക്ക് ഇന്ന് ഇവിടെ വന്ന ഈ ജാഥ, അതായത് വാഹന പ്രചരണ ജാഥ ഇത്രയും ഗംഭീരമാണെന്ന്, ഞാൻ വന്നു പോകണു, കുറച്ച് ആൾക്കാർ വന്നു പോകണു എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരുന്നത്. പക്ഷേ ഇത്രയും ഗംഭീരമാവുമെന്ന് ഞങ്ങൾ പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു നല്ല വിജയത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മണിയമ്പെരുമ്പലത്തെ സ്വീകരണം കഴിഞ്ഞ് അങ്ങനെ തൃത്താലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അമിതമായിട്ടുള്ള നമ്മുടെ യുവാക്കളിൽ മൊത്തം പന്തലിച്ചിട്ടുള്ള രാസലഹരിയുടെ ഉപയോഗമാണ്. ഈ രാസലഹരിയുടെ ഉപയോഗം മൂലം ഇന്ന് കേരളത്തിലുടനീളം നമ്മൾ ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ അതിഭയാനകമായ വാർത്തകളാണ്. ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ പ്രോഗ്രാം തൃത്താലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഞങ്ങളുടെ കൗൺസിൽ അംഗം രാമേന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ കേരള സമൂഹത്തിൻ്റെ വിശിഷ്യ യുവജനങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് അമിതമായ ലഹരി ഉപയോഗവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും. സൗത്ത് ആഫ്രിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ തകർത്താൽ മതി. അതൊരു സന്ദേശമാണ്. ഈ മയക്കുമരുന്ന് ഇന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പോളിടെക്നിക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികൾ കച്ചവടം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതുമായി ഇപ്പോൾ അടുത്ത ദിവസം വലിയ ഒരു വാർത്തയായി വന്നിരുന്നു. ഇത്തരത്തിൽ വരും തലമുറ പോളിടെക്നിക് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം നേടി പുറത്തു വരുന്ന ആ വരും തലമുറ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളായി മാറുമ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ, ഈ നാടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതവസരത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റും നിയമവ്യവസ്ഥയും ഉദ്യോഗസ്ഥരും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വൈകിട്ടാണെങ്കിലും. ഈ അവസരത്തിൽ അവരെ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇവിടെ ലഹരി ഉപയോഗം വിട്ടുപോയിരിക്കുന്നു. പൊതുസമൂഹം എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ കണ്ടാൽ മുതിർന്നവർ ശാസിക്കും. എന്താണ് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്?
രാത്രിയായല്ലോ, നിങ്ങളെന്താണ് വീട്ടിൽ പോകാത്തത് എന്നൊക്കെ ചോദിക്കുവാൻ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ മുതിർന്ന വ്യക്തികളിൽ വയസ്സായ വ്യക്തികളുണ്ടായിരുന്നു. അവരെ ആ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് പേടിയായി. വിപത്ത് എന്ന് പറഞ്ഞാൽ പോരാ. ഒരു പക്ഷേ ഹിറോഷിമയിലും നാഗസാക്കിയിലും അണുബോംബാണ് വർഷിച്ച് നാശം വരുത്തിയതെങ്കിൽ ഇന്ന് അതിനേക്കാൾ ശക്തിയുള്ള MDMA എന്ന മയക്കുമരുന്ന് ഓരോ സമൂഹത്തിനും ഓരോ കുടുംബത്തിനും ആപത്ത് മാത്രമല്ല നിത്യനാശത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിനെതിരെ ഉള്ള പ്രചരണം, അതുപോലെ തന്നെ ബോധവൽക്കരണം, നേരത്തെ സൂചിപ്പിച്ച പോലെ ബോധവൽക്കരണം കൊണ്ട് മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല. നാം ഈ സമൂഹം ഇത്തരത്തിൽ അധപതിക്കുമ്പോൾ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടന അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന യൂത്ത് മൂവ്മെൻറ്റ് പിന്നോട്ടില്ല എന്ന സന്ദേശവും അതുപോലെ തന്നെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നിടത്തോളം മാറ്റിയെടുത്തിരിക്കും. നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ, യുവാക്കളെ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് ഈ സമൂഹത്തെയും ഈ നാട്ടുകാരെയും അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ എല്ലാവരും ഒപ്പം അണിചേരുവാനും തയ്യാറാണ് എന്ന സന്ദേശവും കൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. തൃത്താലയിലെ സ്വീകരണം കഴിഞ്ഞ് അങ്ങനെ മേഴത്തൂര് വഴി ഞാങ്ങാറ്റി വഴി പട്ടാമ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേലെ പട്ടാമ്പിയിലാണ് അടുത്ത സ്വീകരണ കേന്ദ്രം. യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ശ്രീ PR ജോഷ്, ജാഥ മാനേജരും സൈബർ സേന കേന്ദ്ര സമിതി അംഗം ശ്രീ രാജീവ് മാഡം മാറിയിരിക്കുന്ന മേലെ പട്ടാമ്പി സ്വീകരണ കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ്. ക്യാൻസർ പോലുള്ള കാർന്നു തിന്നുന്ന ഒരു വിപത്താണെന്ന് രാസലഹരിയുടെ ഉപയോഗം. അത് നമുക്കറിയാം. ഇന്ന് യുവാക്കളിലും യുവതികളിലും നമ്മുടെ വീട്ടിലുള്ള നമ്മളറിയാതെ നമ്മുടെ വീട്ടിലുള്ള മക്കളിലേക്ക് പടർന്ന് SNDP യോഗം ശാഖ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശാഖയുടെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഒറ്റപ്പാലം യൂണിയന്റെയും അതേപോലെ MDMA അതുപോലെ തന്നെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒട്ടനവധി കൊലപാതകങ്ങൾ, സ്വന്തം മാതാപിതാക്കളെ ഉൾപ്പെടെ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു മാറ്റം വരണമെന്നുള്ള ഉറച്ച തീരുമാനം ശ്രീനാരായണ ഗുരുത്വ പ്രിയമുള്ള നാട്ടുകാരെ, ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്ന മാരകമായ ലഹരി വിപത്തിനെതിരെ ഒറ്റപ്പാലം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് നയിക്കുന്ന വാഹന പ്രചരണ യാത്രയാണ് ഊഷ്മളമായ സ്വീകരണത്തോടുകൂടി പട്ടാമ്പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പൊരിവെയിലത്തും ആവേശം കെട്ടടങ്ങാതെ കുടുംബത്തിലുള്ള സമാധാനത്തിനു വേണ്ടി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ യുവാക്കൾ ഒറ്റപ്പാലം യൂണിയന്റെ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ ബോധവൽക്കരണ വാഹന പ്രചരണ യാത്രയായി പട്ടാമ്പിയിലെത്തിയിരിക്കുകയാണ്. ലോക റെക്കോർഡ് നേടിയ രതീഷ് വരവൂർ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി യൂണിയൻ കൗൺസിലർ മനോജ് മാഷ ക്ഷണിക്കുന്നു. തലമുറ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ രാസലഹരിയുടെ ഉപയോഗം സാക്ഷര കേരള സമൂഹം നേരിടുന്ന മയക്കുമരുന്ന് എന്ന് പറയുന്ന വലിയ വിപത്തിനെതിരെ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. ഒരു മിടുക്കനായ ഒരു യുവാവ് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നതും അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ മോണാക്റ്റിലൂടെ വരച്ചു കാണിക്കുന്നത്. നിങ്ങളേവരെയും ഞാൻ ഈ മോണാക്റ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കേരള സമൂഹത്തിൽ നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ കഴിയുമെന്ന്, അത്തരത്തിലുള്ളൊരു നീക്കം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ എന്നതൊരു സംശയമാണ്. നമ്മൾ ഒരു പനി വന്നാൽ നമുക്ക് നമ്മളെ വീടുകളിലൊക്കെ ആഹ്വാനം ചെയ്യും അതിൻ്റെ ഉറവിടത്തെ നശിപ്പിക്കുക,
കൊതുകുകളുടെ മുട്ടകളാണ് അതിന്റെ ഉറവിടം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പട്ടാമ്പിയിലെ സ്വീകരണം കഴിഞ്ഞ് അങ്ങനെ കൊപ്പത്തെത്തിയിരിക്കുകയാണ്. ഇനി കൊപ്പത്തെ സ്വീകരണം കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്കുള്ള യാത്ര. തലമുറയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്നുള്ളതിൽ മാറ്റമില്ല. അപ്പൊ അത് പ്രിയപ്പെട്ട SNDP യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കണ്ടംപള്ളി നയിക്കുന്ന ലഹരിമുക്ത യാത്രയാണ് നമ്മുടെ ഈ കൊപ്പം ടൗണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. SNDP യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ പ്രവീൺ കണ്ടംപള്ളി ആദരിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജാഥ ക്യാപ്റ്റൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥ വളരെ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കൊപ്പം ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാട്ടുകാരെ, SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റും ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥയുടെ ക്യാപ്റ്റനുമായ ശ്രീ പ്രവീൺ കണ്ടംപള്ളി, ശ്രീ ജോഷ്, ശ്രീ രാജീവ് മാടമ്പി, ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണ കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. എന്ന പ്രസ്ഥാനം സന്ദേശ യാത്രയാണ് ഇന്ന് ചെർപ്പശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂറ്റനാട് നിന്നും തുടങ്ങി നിരവധി എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ വരവേൽപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ഉണ്ടാവണം. എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇവിടെ ചെർപ്പശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു കിട്ടുവാൻ വേണ്ടി ഗുരുധർമ്മം ജയിക്കട്ടെ.
ആശംസകളും ചെർപ്പളശ്ശേരി ശാഖയോടുണ്ടാവുന്നും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെർപ്പളശ്ശേരിയിലെ സ്വീകരണം കഴിഞ്ഞ് അങ്ങനെ തിരുവാഴിയോട് സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാസലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും വാഹന പ്രചരണ ജാഥ ഇന്ന് രാവിലെ 9 മണിക്ക് കൂറ്റനാട് നിന്നും ആരംഭിച്ച് നിരവധി ശാഖ ഏരിയയിൽ നിന്ന് ബോർഡ് മെമ്പർ അദ്ദേഹം നൽകിക്കൊണ്ട് ആരംഭിച്ച കുളക്കാട് ശാഖയുടെ വനിതാ വിങ്ങിന് വേണ്ടി ശ്രീമതി പ്രീത ഷാൾ അണിയിക്കുന്നതാണ്. യൂത്ത് മൂവ്മെന്റ് കുളക്കാട് ശാഖയ്ക്ക് വേണ്ടി വിനീഷ് മോഹൻ ഹാരമണിയിക്കുന്നു. ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രാവിലെ 9 മണിക്ക് സതീശൻ ചിറ്റാനിപ്പാറ ഉദ്ഘാടനം ചെയ്ത ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭയാനകമായ ചിത്രങ്ങൾ, രാസലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളുടെ ഭ്രാന്തമായ കാട്ടിക്കൂട്ടലുകളുടെ വിശദീകരണം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അപകടകരമായ ഒരു വിഷയമാണ്. സംഘടിപ്പിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്രയിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഇപ്പൊ എന്താ ചെയ്യാൻ ആലോചിക്കണേ? ഇപ്പൊ അറിഞ്ഞാക്കെ ശരിയാ, പക്ഷേ ഇപ്പൊ എന്താ ചെയ്യാ? പിള്ളേരാണ് ഇപ്പൊ വരുന്നുള്ളൂ, അവര് ഫുൾ ടൈം. അടുത്ത സ്വീകരണ കേന്ദ്രമായ പൂക്കോട്ടുകാവ് എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, പൂക്കോട്ടുകാവ് നിവാസികളെ, ഇവിടെ എത്തിച്ചേർന്ന് രാസലഹരിയിലകപ്പെട്ട കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ കേരളത്തിലെ യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം SNDP യൂണിയൻ ഒറ്റപ്പാലം അതിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ രാസലഹരി ഉപയോഗിക്കുന്നതിന് പ്രായം എന്നുള്ളൊരു പരിധിയില്ല. കടകളിൽ ചെന്നാൽ അവിടെ അവനാണ് ഇപ്പൊ നാട് വിട്ട് പോലും തിക്കും ബഹളൊക്കെ ആയിട്ട് ആകെ സീനാണ്. മാത്രല്ല അവന് കുറെ കറക്ക കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് അടിപൊളിയാവും. ഇപ്പൊ അറിഞ്ഞൊക്കെ ശരി അദ്വൈതല്ലേ, പക്ഷെ അവൻ നടക്കില്ലടാ. വ്യത്യാസമില്ലാതെ രാസലഹരിയുടെ ഉപയോഗം സാക്ഷര കേരള സമൂഹത്തെ കാർന്നുതിന്നുന്ന മഹാമാരിയായി മാറിയിരിക്കുന്ന യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ പൂക്കോട്ടുകാവിലെ സ്വീകരണം കഴിഞ്ഞതിന് ശേഷം വരോടെത്തിയിരിക്കുകയാണ്. കാരണവശാലും പുറം ലോകത്തെ അറിയിക്കാനോ പുറത്തു പറയാനോ പറ്റാത്ത വിധം ഭീകരമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചരണയുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജാഥ ക്യാപ്റ്റനായി യൂണിയൻ SNDP യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ ജാഥ ക്യാപ്റ്റൻ വളരെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. അടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. അന്ന് പറയാൻ വാസവട്ടിനെ ക്ഷണിച്ചു. നമസ്കാരം. ഇവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു വരവോടുത്ത സ്വീകരണം കഴിഞ്ഞ് അങ്ങനെ ഒറ്റപ്പാലം എത്തിയിരിക്കുകയാണ്.
ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ആവശ്യകതയുമായി ഒറ്റപ്പാലം യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഒറ്റപ്പാലം ശാഖ വൈസ് പ്രസിഡന്റ് യു ഗോപിനാഥൻ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റപ്പാലം ശാഖയുടെ SNDP യൂണിറ്റ് ഇവിടെ ലഹരി വിരുദ്ധ പരിപാടി പ്രവർത്തനം നിർവീര്യമാക്കുന്നതിനും ഇത് ഇല്ലാതാക്കുന്നതിനും ഈ അടുത്ത തലമുറയ്ക്ക് നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ലോകം തന്നെ ലഹരിയിൽ മുങ്ങി ഭാവി തലമുറ ആശങ്കയിൽ ആഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ കേരളവും നമ്മുടെ മക്കളെ രക്ഷിക്കാൻ, നമ്മുടെ ഭാവിയെ രക്ഷിക്കാൻ, നമ്മുടെ രാഷ്ട്രത്തെ രക്ഷിക്കാൻ. അങ്ങനെ അവസാനത്തെ സ്വീകരണ കേന്ദ്രമായ കൊളപ്പുള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്വീകരണത്തോടു കൂടി നമ്മുടെ ലഹരി വിരുദ്ധ പ്രചരണ ജാഥ ഇവിടെ സമാപിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാം? ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ആ ചേട്ടന്മാരോട് ചോദിക്കാം, അവരെടുത്ത് എന്തായാലും സാധനം കാണും. പക്ഷെ അവർക്ക് പൈസ എടുക്കണ്ടേ? ഇന്നാണ് ഇതിൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇന്നലെ അത്രയും മോട്ടിലാണ് കൊടുത്തത്. എനിക്കാണ് നമ്മുടെ കൊടുത്ത ചെക്കന്മാരൊക്കെ ഒരു കാര്യം. നീ സാധനം കൊണ്ടേക്കോ, നാളെ പക്ഷെ പൈസ കൊണ്ടുവരണം കേട്ടോ. നാളെ ഞാൻ അവരെ കൊന്നിട്ടാണെങ്കിലും പൈസ തരും. ഇന്ന് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. പെട്ടെന്ന് സംഗതിയൊക്കെ ശരി തന്നെ. നിന്നെ ചപ്പടാത്ത ഭീഷണിയായിട്ടൊന്നല്ല, ഇമ്മടെ ചെക്കനല്ലെന്ന് വിചാരിച്ചിട്ടാ. മര്യാദക്ക് നാളെ പൈസ കൊടുത്തില്ല, നീ വിവരം അറിയും. ഇതാ കൊണ്ടുപോയി തിന്നടാ. നാളെ ഞാൻ എങ്ങനെയാലും പൈസ തരാം, ഉറപ്പായിട്ട് തരാം. യൂത്ത് മൂവ്മെന്റ് കീഴിൽ ജാഥ ക്യാപ്റ്റൻ പ്രവീൺ, അതുപോലെ തന്നെ ജോഷ്, രാജീവ്, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ എല്ലാവരും കൂടി നടത്തിയ ഈ ഇതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ധർമ്മബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്ന സന്ദേശം. കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഈ ലഹരിക്കെതിരെ കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് വേദികളിൽ ഈ മോണായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 700-നടുത്ത് വേദികളായി ഇപ്പോൾ ഈ മോണായിട്ട് ചെയ്യുന്നു. ഇതിൻ്റെ പേരിൽ എനിക്ക് ലോക നിലവാരത്തിലുള്ള ഒരുപാട് അന്തർദേശീയ ദേശീയ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. URF വേൾഡ് റെക്കോർഡ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് ആൻഡ് നാഷണൽ റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ടാലന്റ് റെക്കോർഡ് ബുക്ക്. കഴിഞ്ഞ വർഷത്തെ 2024 വേൾഡ് മലയാളി ഫെഡറേഷന്റെ സോഷ്യൽ ആക്ടിവിസ്റ്റ് പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ, ദേശീയ, തദ്ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ പുരസ്കാരങ്ങളെക്കാൾ ഉപരി ഈ മോണാക്ട് കണ്ടിട്ട് ആർക്കെങ്കിലും ഈ സമൂഹത്തിൽ ഒരാൾക്ക് മാറ്റം വന്നാൽ അതാണ് എൻ്റെ വിജയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുതന്നെയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം. ഒപ്പം ഇത് പരമാവധി വേദികളിൽ എത്തിക്കുക എന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ ആളുകളിലേക്ക് അവരെ നേരിട്ട് കണ്ട് ഈ മോണാക്ട് അവതരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പോരാട്ടത്തിന് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇത്തരം പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് SNDP യോഗം, SNDP യൂത്ത് മൂവ്മെന്റ് ഒപ്പം ഉണ്ടാവും. എല്ലാ പ്രവർത്തകരും ഒപ്പം നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂണിയൻ പ്രസിഡന്റും RDC ചെയർമാനുമായ സുജീഷ് വട്ടപ്പറമ്പിലിനെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒറ്റപ്പാലം SNDP യൂണിയൻ നേതാക്കളെ, അതിനേക്കാളൊക്കെ ഉപരി
SNDP യോഗം ഒറ്റപ്പാലം യൂണിയന്റെ യൂത്ത് മൂവ്മെന്റ് ഈ മൊബൈലിന്റെ യൂസേജും ഇതിനൊരു കാരണമായി മാറി. കാരണം നമുക്കറിയാം മൊബൈലിൽ ഇന്ന് എന്തൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടോ അതിന്റെ എന്തൊക്കെ വഴികളാണോ എല്ലാം അഡിക്ഷൻ ഫസ്റ്റ് വരുന്നത് മൊബൈലിലാണ്. ഈ മൊബൈൽ ത്രൂ ആണ് കൂടുതലും രാസലഹരിയിലേക്ക് വന്നത്. അത് വരുന്നത് ഏറ്റവും ചെറിയ കുട്ടികളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തതായി നമ്മുടെ ഈ മോണോ ആക്ട് അവതരണത്തിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് പുതുതല ശാഖാ പ്രസിഡന്റ് മോഹൻദാസ് ചേട്ടനാണ്. ഈ മോഹൻദാസ് ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ശാഖയുടെ യൂത്ത് മൂവ്മെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ക്ഷണിക്കുന്നു. എല്ലാ SNDPക്കാർക്കും നമസ്കാരം. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടനില്ലായിരുന്നെങ്കിൽ മോണാക്ട് ഇത്ര വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുഞ്ഞാട് വെച്ചിട്ട് നോക്കുമ്പോൾ മൈക്കിന് സ്റ്റാൻഡില്ല. അപ്പോൾ പുള്ളി എന്നെ സ്വന്തമായിട്ട് സ്റ്റാൻഡായി മാറുകയും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. സത്യത്തിൽ ഈ ചേട്ടനാണ് എൻ്റെ ശരിക്കുള്ള വിജയമാണ് എനിക്ക് തോന്നുന്നത്. ഈ വർക്കിൻ്റെ ഒരു TV സർവീസിനാണ് ഞാൻ. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. എല്ലാവർക്കും നന്ദി. അടുത്തായി യൂത്ത് മൂവ്മെന്റിന്റെ യൂണിയൻ സെക്രട്ടറി ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റ് ടി അരവിന്ദേട്ടൻ, അതുപോലെ തന്നെ സെക്രട്ടറി CCT ഏട്ടൻ, RDC ചെയർമാൻ സുധീഷ്, അതുപോലെ പ്രവീൺ, രാജീവ് മാളമ്പി, നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ സത്യം പറഞ്ഞ മോഹൻദാസൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഊർജ്ജം കിട്ടിയിട്ടുള്ള ഒരു സംഭവം കൂടി തന്നെയാണ് മോഹനേട്ടൻ. കാരണം എന്താ വെച്ചാൽ രതീഷ് പറഞ്ഞ അതേമാതിരി തന്നെയാണ്. മൂപ്പര് എന്ത് വെയിലും ചൂടും ഇതൊക്കെ സഹിച്ചിട്ട് ഇതിൻ്റെ കൂടെ നിന്ന് തന്നിട്ടുള്ള ആ മോഹൻദാസനെ യൂത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ വീഡിയോ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ചേട്ടനെ ആർക്കും നന്ദി പറഞ്ഞു കൊള്ളുന്നു. പിന്നെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഇന്നത്തെ ബോധവൽക്കരണ ക്യാമ്പിനെ വൻ വിജയമാക്കി തീർക്കാൻ തന്നെ നമ്മുടെ കൂടെ രാവിലെ 9 മണി മുതൽ ഇപ്പോൾ രാത്രി 8 മണിയാവാനായി 11 മണിക്കൂറിന് മുകളിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാ യൂത്ത് മൂവ്മെൻറ്റിനെയും, അതുപോലെ തന്നെ ശാഖാ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, നമ്മുടെ ശാഖയിലെ അംഗങ്ങൾ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട ജാഥയുടെ ഭാരവാഹിത്വം വഹിച്ച നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തകർ ഈ കഠിന വെയിലിനെ അതിജീവിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പുതിയ തലമുറയുടെ SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥ ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഈ യാത്ര കൂറ്റനാട് നിന്നും തുടങ്ങി കുളപ്പുള്ളിയിൽ അവസാനിക്കുമ്പോൾ ഒരു 100 പേർക്ക് ഈ ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്മാറാൻ കഴിയും. അത് വലിയൊരു വിജയമായിരിക്കും എന്ന് ഈ സമൂഹത്തിന് നൽകുന്നത്. അത് കൊണ്ട് തന്നെ ഈ SNDP യോഗത്തിൻ്റെ ശ്രീനാരായണ SNDP ഒറ്റപ്പാലം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന രാസലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥയുടെ സമാപനം കുളപ്പുള്ളിയിൽ പ്രൗഢഗംഭീരമായി തന്നെ നടന്നിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് യൂണിയൻ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത വാഹന പ്രചരണ ജാഥ യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ M അരവിന്ദാസ് സമാപന സമ്മേളനം ഉദ്ഘാടനത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ യൂത്ത് മൂവ്മെന്റ് ഒറ്റപ്പാലം യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക എനർജി, അത് നേരത്തെ നമ്മുടെ രതീഷ് ചേട്ടൻ പറഞ്ഞ എനർജി അല്ല, ഒരു സംഘാടകർക്ക് കിട്ടുന്ന ഒരു പിന്നെ എന്താ പറയുക,
ഒരു പ്രചോദനം എല്ലാ ശാഖകളിൽ നിന്നും വളരെ സ്നേഹത്തോടു കൂടി അവരുടെ ആ ആദരവ്, അവരുടെ ആ വരവേൽപ്പ് നമുക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു ഊർജ്ജമുണ്ട്. ആ ഒരു ലഹരിയിലാണ് ഞങ്ങളിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ പരിപാടി ഇവിടെ അവസാനിച്ചു. നാളെ ഇനി എന്ത് എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ. നാളെ പിടിച്ചാൽ പിന്നെ അവൻ അച്ഛനെ അറിയില്ല, അമ്മേനെ അറിയില്ല, സഹോദരങ്ങളെ അറിയില്ല. ആ ഒരു നിലയിലേക്ക് നമ്മൾ മാറാതിരിക്കാൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ കുടുംബത്തെങ്കിലും ദൈവദശകം കൃത്യമായി ചൊല്ലാൻ കുട്ടികളെ പഠിപ്പിക്കുകയും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന ചൊല്ലാൻ നിർബന്ധിക്കുകയും ചെയ്താൽ നമ്മുടെ ഭവനങ്ങളിലെങ്കിലും കൃത്യമായി ഈ വലിയ വിപത്ത് വരാതിരിക്കും, യാതൊരു സംശയമില്ല. അഭിവാദ്യങ്ങൾ. ഗുരുധർമ്മം ജയിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചതായി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.